ഇവൾ നിരവധി സ്ട്രോകൾ ആരും കാണാതെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ഓവന്റെ ഗ്ലാസ്സിലേക്ക് നീട്ടി. ഉദ്ദേശിച്ച പോലെ സെഡേറ്റീവ് ഓവന്റെ ഗ്ലാസ്സിൽ കലർത്തുകയും തുടർന്ന് അവൾ സ്ട്രോ ഒളിപ്പിച്ചു. അതറിയാതെ ഓവൻ ഒരു സിപ്പ് എടുത്തു. മരുന്നിന്റെ ഫലം ഏൽക്കുന്നത് വരെ ജൂലി നിശബ്ദമായി കാത്തിരുന്നു. താമസിയാതെ ഓവൻ ബോധരഹിതനായി. ജൂലി അവന്റെ ബ്രീഫ് കേസ് മോഷ്ടിക്കാൻ എഴുന്നേറ്റു. എന്നിരുന്നാലും ബ്രീഫ് കേസ് ഓവന്റെ കയ്യിൽ ഹാൻഡ് കഫിനാൽ ബന്ധിച്ചിരുന്നു. തുടർന്ന് അടുത്തിരുന്ന വെയിറ്റർ പ്ലേറ്റ് കഴുകുന്ന കണ്ട ജൂലി തന്ത്രത്തിൽ അവിടെ നിന്ന് ഒരു എല്ലും കഷ്ണം കൈക്കലാക്കി. എന്നിട്ട് അവൾ ചിക്കൻ ഗ്രീസ് ഓവന്റെ കയ്യിൽ പുരട്ടി. ആ വഴുവഴുപ്പ് കൊണ്ട് കൈവിലങ്ങ് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിഞ്ഞു. ജൂലി പോകാനൊരുങ്ങുമ്പോൾ ഓവന്റെ പിറന്നാൾ ആഘോഷിക്കാൻ കേക്കുമായി വന്ന വെയിറ്റർമാർ അവളെ തടഞ്ഞു. ജൂലിയ ബ്രീഫ് കേസ് ഒരു കാർട്ടിൽ ഒളിപ്പിച്ചു. എന്നാൽ പിറന്നാൾ ഗാനത്തിന്റെ ശബ്ദം കേട്ട ഓവൻ ഉണരുകയും തുടർന്ന് അവന്റെ ബ്രീഫ് കേസ് തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. ജൂലി ഓവന്റെ മുഖം കേക്കിലേക്ക് താഴ്ത്തിയിട്ട് ഓടിപ്പോയി. കുറച്ചു മാറി ബ്രീഫ് കേസ് തുറന്നപ്പോഴാണ് അവൾ കബളിപ്പിക്കപ്പെട്ട കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഓവൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ജൂലിയെ പിടികൂടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇതല്ല. ഓവന്റെ ബുദ്ധി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്